ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുപ്പച്ചനെ സ്തുതിക്കാം. നമ്മളുടെ ശരീരവും മനസ്സുമെല്ലാം ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി നമ്മൾ സമർപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കാരുണ്യം, വിശ്വസ്തത, സൗമ്യത, ആത്മസമീപനമൊക്കെ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം നമുക്ക് നന്മ നൽകത്തില്ലെങ്കിലും ദൈവം നമുക്ക് നന്മ നൽകും. ലോകം നമ്മളെ നല്ലവരെന്ന് പറയുന്നില്ലെങ്കിലും യേശുപ്പച്ചൻ നമ്മളെ നല്ലവരെന്ന് പറയും. കാരണം നമ്മൾ യേശുവിൻ്റെ മക്കളായി ജീവിക്കണം. യേശുവിൻ്റെ സജീവ ബലിയായി, യേശുവിൻ്റെ ശരീരമായി, യേശുവിൻ്റെ മനസ്സായി, യേശുവിൻ്റെ കരുണയായി നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് യേശു നമുക്ക് വേണ്ടി സ്വർഗവും സ്വർഗാദി സ്വർഗവും തുറന്ന് അനുഗ്രഹവും വർഷിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളല്ലേ, നമ്മൾ അതിന് അവകാശികളല്ലേ? പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. നമുക്ക് യേശുവിനോട് ചോദിക്കാം. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ അധികം തരാൻ കഴിവുള്ളവനാണ് നമ്മളുടെ സ്വർഗീയ പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് തന്നത് നമ്മളുടെ അതികഠിനമായ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്. എന്നാൽ ആ പുത്രൻ വീണ്ടും വരും, നമുക്ക് വേണ്ടി മരിച്ചു, സത്യമായി മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്ന സ്വർഗീയ പിതാവ് വീണ്ടും വരും. എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-28 വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആകാംക്ഷപൂർവ്വം കർത്താവിനായി കാത്തിരിക്കാം. കർത്താവ് നമുക്ക് തരുന്ന എല്ലാ നന്മകളും നമുക്ക് പങ്കുവെക്കാം. നമുക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരുടെയും കീഴിലല്ല, നമ്മൾ യേശുവിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ യേശുവിൽ നിലനിൽക്കണം. യേശുവിന് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതിന് ഈ ലോകത്തിൽ ആരുടെയും അനുവാദം ആവശ്യമില്ല. അങ്ങനെ അനുവാദം ഉണ്ടെന്ന് അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിൻ്റെ അനുവാദം മാത്രം മതി. ആ യേശുവിൻ്റെ അനുവാദം മേടിച്ചിട്ട്, യേശുവിൻ്റെ അനുവാദം മുറുകെ പിടിച്ചിട്ട് യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ദൈവസ്നേഹികളായി നമ്മൾ മാറണം. ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും എനിക്കായി കരുതിയിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണേ കർത്താവേ. നാൾക്ക് നാൾ ഉയരാനുള്ള കൃപ അവർക്ക് നൽകണമേ യേശുവേ. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തല ഉനയ്ക്കുവാൻ അനുവദിക്കാതെ എല്ലാവരെയും പടുത്തുയർത്തണേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ അപ്പച്ച. അവരെ എല്ലാം അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും ആത്മാവിൽ നിറയട്ടെ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണേ പിതാവേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം ഈ ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം എവിടെ ഇരുന്ന് കേൾക്കുന്നവരായാലും അവിടെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ വ്യക്തി ജീവിതങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വചനം രക്ഷയുടെ മാർഗമാണെങ്കിൽ
നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിനമാണെങ്കിൽ നിങ്ങളിതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അന്നേരമാണ് നമ്മൾ യേശുവിൽ കുറേ കൂടുതലായി മുന്നേറുന്നത്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.